ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നാണ് ആ ദിനം. ഏത് ദിനം? എൻ്റെ ജന്മദിനമാണ് ഗായ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രാവശ്യത്തെ ഒരു ജന്മദിനം ഒരു മങ്ങിയൊരു ജന്മദിനമാണ്. കാരണം ആർക്കും വയ്യ. ഉമ്മാനത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇരിക്കുകയാണ് ഇവിടെ അല്ലേ. ഉമ്മക്ക് ശ്വാസം മുട്ടലും പനിയൊക്കെ പിടിച്ച് ഞാൻ കൊടുത്തതാണ്, എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. നമുക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് നമ്മൾ പിടിച്ചെന്ന് ഗൈസ് അല്ലേ. അപ്പോൾ ചക്കരക്കും പനിയാണ്, ചക്കരക്കും കുറയും ഒക്കെ ഇതാണ്. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് എൻ്റെ ജന്മദിനമാണ്. 27ാമത്തെ വയസ്സ് തികയാണ്. 2 ദിവസം മുന്നേ നിജാസിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് സൗഫിയുടെ ജന്മദിനം വരുന്നുണ്ട്. ഒക്കെ ഡിസംബർ മാസത്തിലാണ് അല്ലേ. എന്തായാലും ഒരുപാട് കടമ്പകൾ തണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ജന്മദിനത്തിലൊക്കെ ഒരുപാട് ലൈഫിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ജന്മദിനം മങ്ങിപ്പോയി എന്ന് മാത്രം അല്ലേ. കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ജോലിക്കാർ പണിക്കാർ ശനിയാഴ്ച പോയി. അപ്പോൾ തിങ്കളാഴ്ച അവർ വരുമ്പോൾ ഒരാൾ ബിരിയാണി ഉപ്പുകാരനാണ്. അപ്പോൾ മൂപ്പര് ഞങ്ങൾ ബിരിയാണി വെച്ചരാ, ഈ സാധനം വാങ്ങി തന്ന് ബിരിയാണി വെച്ചരാന്നപ്പോൾ നമുക്ക് ഒരുപാട് ബിരിയാണിയൊക്കെ വെച്ചിട്ടായിരുന്നു കഴിക്കാച്ചിട്ടായിരുന്നു. കേക്കൊന്നും മുറിക്കില്ല വെച്ചിട്ടായിരുന്നു. പക്ഷെ ഓലൊന്നും വന്നില്ല ഗൈസ്, എല്ലാം തകിടം പറഞ്ഞു. അല്ല, ഓർക്ക് എന്തൊക്കെ ആവശ്യം കൊണ്ട് ഓർക്ക് തരുന്നതാണ് കേട്ടോ. കാരണം ഒരാഴ്ച ഇവിടെ നിന്ന് പണിയെടുക്കുകയാണ്, ഇവിടെ റൂമൊക്കെ എടുത്ത് പണിയെടുക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ പോട്ടെ, കാരണം ആർക്കും വയ്യ. പിന്നെ ഞാൻ ഇവിടുന്ന് കോഴി വാങ്ങിയിട്ടുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മന കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു കറി വെക്കും അല്ലേ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് കുറേ വിഭ്രാന്തി പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാത്രി ഉറക്കമില്ല. ഇന്നൊരു കുഴപ്പമില്ല, എന്താണെന്ന് എനിക്ക് അറിയണില്ല. പക്ഷെ നമുക്കൊരു സമാധാനം ഒന്നും എനിക്ക് കിട്ടണില്ല. എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ, പക്ഷെ നമുക്കൊരു സമാധാനം എന്തെടുത്താലും ഒരു തൃപ്തി ആവുന്നില്ല. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ അലട്ടിയും കൊണ്ട് നിൽക്കുന്നത്, ഒന്നിനോടൊരു ഇത് തോന്നുന്നില്ല. എന്താ വെച്ചാൽ അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നും മൈൻഡൊക്കെ പറ്റാവട്ടെ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവലില്ല. പക്ഷെ എന്താണെന്ന് അറിയൂല. കാര്യങ്ങളൊക്കെ സംഭവിക്കണേ, എല്ലാവരോടും ദേഷ്യപ്പെടുന്നു, വെറുതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്താ അറിയൂല. അവർക്കും എല്ലാ ടൈമും ഒരാളെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ലല്ലോ. നമ്മൾ ആരെയും ഇഷ്ടപ്പെടിക്കാനും നമുക്ക് സാധിക്കൂല. ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ്. പക്ഷെ എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഉയർത്താൻ ശ്രമിച്ചവരെന്നെ നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമ്മളെ താഴ്ത്താനും ശ്രമിക്കുന്നുള്ളതാണ്. അതാണ് ലോകം, ഈ കാലം ഇങ്ങനെയാണ് അല്ലേ. ആരും ഒന്നും പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോഴും തുടർന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ഇപ്പം എന്തോ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യമോ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഈ വീട് വെക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശകരുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ വലിപ്പം കൊണ്ടാവാം, പിന്നെ അഹങ്കാരം കൂടി, ഇവനെന്താ ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഇത്ര വലിയ വീട് വെക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. ഞാനതാ വിചാരിക്കുന്നത്. കാരണം അത്രയും ആളുകൾ ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് നിൽക്കണം. എനിക്ക് അവരോടൊന്നും പറയാനില്ല കൈസ് അല്ലേ. കാരണം ഞാൻ മാത്രമല്ല യൂട്യൂബ് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് വിമർശകർ ഇപ്പോൾ കൂടാനുള്ള കാരണം ഇതാണ്. കാരണം അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കൊച്ചു വിശേഷങ്ങളും മാത്രമല്ലാതെ നമ്മളിവിടെ തുണിയില്ലാതെയുള്ള ഡാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഈ പർച്ചേസ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും വീടുണ്ടാക്കുന്നതൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അത് ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അത് ഇല്ലാണ്ടാക്കുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഞാൻ നനക്കാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തു, അതിന് സെൻറ്റർ കൊടുക്കണേ. എന്താ വെച്ചാൽ വാങ്ങിക്കോട്ടോ. പയർ വാങ്ങിക്കോളി. ഏത് പയർ വാങ്ങിക്കോളി. അപ്പോൾ നമ്മളങ്ങനെ പച്ചക്കറി വാങ്ങുന്നുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കടയിൽ കയറിയിട്ടുണ്ട്. ഓയിൽ വാങ്ങിയോ? പഞ്ചസാര ചക്കര എവിടെ? അത് 5 എടുത്തോളൂ. 5 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിക്കോളി. വാങ്ങിച്ചോളൂ. അപ്പോൾ നമ്മൾ പർച്ചേസിങ് അങ്ങനെ കഴിഞ്ഞു. ചക്കര എന്തൊക്കെ വാങ്ങി? ആ മുട്ടൊക്കെ വാങ്ങി പിടിച്ചാ ഇനി വാങ്ങാനല്ലോ ഒന്നും. എന്നാ നടക്കി എന്താ അതൊന്നുമില്ല. 1075 റുപ്യ പെരയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തേപ്പ് വരെ ഉണ്ടോ, ഈ ഒരു പുറങ്ങനെ തേച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് നേരെ ചെറിയൊരു മഴ ചാറുണ്ട്, പക്ഷെ തേപ്പുമൊക്കെ എത്തൂല. എന്തായാലും നമുക്ക് ഒന്നുകൊണ്ട് നനക്കാം. ഈ ആ മോട്ടർ ഇട്ട് തരുമോ? ഞാൻ ആദ്യം മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാം, ആകെ നനഞ്ഞ് കുളിക്കുള്ളൂ. നമ്മൾ വെള്ളം ഇട്ട് കൊടുത്തു. നമ്മൾ ഇന്ന് കയറി പോവുകയാണ്.
അല്ലാ ഇവിടെ പ്രത്യേക ക്ലൈമറ്റ് ഇന്ന്. വെയിലില്ല, മഴയില്ല, തണുപ്പാണ്. അങ്ങനെ അടുത്ത സ്ഥലത്തിലേക്ക് എത്തി. കാണാനൊരു വൃത്തിയുണ്ടല്ലോ. ഉറങ്ങിയിട്ടില്ലേ? വാവ്, ഹേ പ്രഭു. അങ്ങനെ നമ്മൾ നനക്കല് കഴിഞ്ഞു. പിന്നെ ഒരു ഷാമ്പും കൂടി തലയിൽ കഴിഞ്ഞു. മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ചിട്ട് ഒരുപാട് ഏരിയ നനക്കാനുള്ളതുകൊണ്ട് മൊത്തം നനച്ചു. ഇനിയും ഇത് മൊത്തം കേപ്പ് കഴിഞ്ഞാൽ 2 ദിവസം നിന്ന് നനക്കേണ്ടി വരും. പനി കാരണം കൊണ്ട് ഇന്നൊക്കെ എസ്കേപ്പ് ആയ ആൾ പകുതി മുക്കാലും ഞാനും തന്നെ ചെയ്തു. ഒരുപാട് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം ഒന്ന് പർച്ചേസ് ചെയ്യുന്നു. ആ മുട്ട നോക്കട്ടെ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി. പുത്തൻ ഉടുപ്പൊന്നുമല്ല, കുറച്ച് കാലം മുമ്പത്തെ ഉടുപ്പാണ്. അങ്ങനെ ഞാൻ ഒരു ചെറിയ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. ഉടുപ്പ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ പണ്ടത്തെ അല്ല, എപ്പോഴും ഉടുപ്പ് എന്ന് തന്നെയാണ് പറയാം. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞെന്ന് മാത്രം കേട്ടോ, ഒരു അല്ലേ. ഓക്കെ, ഉമ്മാക്ക് തീരെ വയ്യ. അപ്പം നമ്മളെന്തായാലും ഫുഡൊക്കെ പരിമിതമാണ്, കാര്യമായിട്ട് ഒരു സംഭവങ്ങളും ഇല്ല. എന്ത് ഹോട്ടലിൽ നിന്നോന്ന് പറയുന്നത് വേണ്ട, ഞാൻ പോവാണ്. നമുക്ക് ഒരുക്കി അതൊക്കെ ഒന്ന് കാണാം. എന്തൊക്കെ ഒരുക്കിക്കണേ? ചോറ് ഗ്യാസുമ്മ വെച്ച് രാവിലെ. അപ്പോൾ ഇന്നത്തെ കുക്കർ ചക്കരയാണ്. കുക്കർ അല്ലേ? ഇന്നത്തെ കുക്കിങ് ചക്കരയാണ്. ഇന്നിൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് വയറിളകുമോ എന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. കാരണം വെക്കാൻ പോകുന്നത് ചക്കരയാണ്. ഈ ചെയ്യും, അതായത് ഉമ്മ പറഞ്ഞു തരും, ഓള് ചെയ്യുന്ന പറയണം. അപ്പം അങ്ങനെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകിയില്ലേ? അത് കഴുകി. പിന്നെന്താ, അതെന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച കറിയോ? മീന് വേണ്ടല്ലോ, നാളേക്കുള്ളത്. ഇന്നും നാളേക്കുള്ള. അപ്പം മീൻ കേടില്ലേ ഫ്രീസറിലോ? ഓക്കെ, ഇപ്പോൾ ചക്കര കറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ വാട്ടുകയാണ്. ചിക്കനാണ്. ചക്കര നിജാസിൻ്റെ പിറന്നാളിന് നമ്മൾ പായസം ഉണ്ടാക്കി. എൻ്റെ പിറന്നാളിന് ഞാൻ ചെറിയൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സൗഫി എന്നോ വരുന്നുണ്ടെന്ന് പറഞ്ഞു ബുധനാഴ്ച അല്ലേ? അടുത്ത ബുധനാഴ്ച സൗഫി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിരിക്കണേ. ഓല് വരാം. അത് കഴിഞ്ഞ് നമ്മൾ 6-ാം തീയതി ഓല് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? തീരുമാനിച്ചിട്ടില്ല. അപ്പോഴും നമ്മൾ വരണ്ടേ? 2 വട്ടം പോയി വരണമെങ്കിൽ നല്ല പണിയല്ലേ. അപ്പോൾ അവൾ 1-ാം തീയതി വരെ ഇവിടെ ഉണ്ടാവും. ഇൻഷാല്ലാ. കുട്ടികളുടെ അസുഖമൊക്കെ ഭേദമുണ്ട് എന്നാണ് പറഞ്ഞത്. മിയാസ് സ്കൂളും ആർക്കും സാധനമാക്കോ? മിയാസിന്റെ ഒരുവിധം അറിയില്ലേ? അറിയില്ല. എത്ര ദിവസം ചെപ്പണ്ണൊന്നും കാട്ടിയില്ല. അത്ര ഇപ്പൊ കാല് പൊന്തിയപ്പോ അതിന് വികൃതിയായിട്ടാണ്. കുട്ടികളാകുമ്പോ വികൃതിയൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ആക്കുകയാണ്. വലിയൊരു കണ്ടന്റ് ബേസിലൊന്നും പിറന്നാളെ ഞാനൊന്നും എടുത്തിട്ടില്ല. പിറന്നാളൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്നാണ് അത്ര. എന്തായാലും അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ വീട്ടിലൊരു വിശേഷം അല്ലേ, അതൊരു വലിയൊരു എനർജി അല്ലാത്തൊരു ഇതിൽ പോയി എല്ലാവർക്കും അപ്പം എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് വിശ്വസം അറിയിച്ചാൽ ആകെ പറ്റ ചെറിയൊരു പൈതലായി ഇപ്പം ഞാനില്ലമ്മ അല്ലേ. ആകെ മുഖമൊക്കെ ചുങ്ങി എന്തോ ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഇപ്പോൾ വയറൊന്നുമില്ല, വീട് തടി പഴയ ടൈറ്റ് കാരണം ഞാൻ ഒഴിവാക്കിയതാണ്. ഇപ്പോൾ നോക്കിയേക്കാണ് ഭയങ്കരമായിട്ട് ലൂസായി. ഞാൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞുതരാം. 92.8 എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 87.1 ആയിട്ടുണ്ട്. അതായത് 92, 90 ഏകദേശം 5 കിലോ ഞാൻ 18 ദിവസം കൊണ്ട് കുറച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വെറും ഫുഡിലും കാര്യങ്ങളൊക്കെയാണ്. ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് തനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സമ്മാനം തന്നില്ല
ആജറ ഉമ്മയും സമ്മാനം തന്നില്ല സമ്മാനം തന്നില്ല കുഞ്ഞാര നാത്തൂനും സമ്മാനം തന്നില്ല പെങ്ങളെന്നാണ് പിന്നെ ഒരാള് തമിഴ്നാട് ഓളും സമ്മാനം തന്നില്ല. നിങ്ങളൊക്കെ പിറന്നാളാവുമ്പോ ഞാൻ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരില്ല. നിങ്ങൾക്ക് കഴിക്കാൻ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നൂടെ? ഒരു മുട്ടായി കഷ്ണെങ്കിലും കിട്ടിയാല് ഒരു ഹാപ്പി ആവില്ല. കുഞ്ഞായ്മേനോട് ഞാൻ വാങ്ങണം നിങ്ങളുടെ പേരിൽ വാങ്ങണതല്ല, അത് തരണോ കേട്ടോ. അതുവരെ നിങ്ങൾക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ഇനി തരൂല.